ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയ് പോയി അലീന ഒന്ന് പേടിപ്പിച്ചുവെങ്കിലും അവൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കടപ്പാട്ടൂരിൽ നിന്നും പോയ ബാലേന്ദ്രൻ തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കയറിപ്പറ്റുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് വൈജയും ആങ്ങളന്മാരും ഇരിക്കുന്നത്. അങ്ങനെ കെട്ടും പാണ്ടുമൊക്കെ എടുത്തുകൊണ്ട് വൈജയന്തി വീണ്ടും കടപ്പാട്ടൂരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വൈജ നേരെ തന്നെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ തൻ്റെ 3 മക്കളും കരഞ്ഞ് മുഖമൊക്കെ വല്ലാതായി ആകെ ഡള്ളായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. 3 പേരും വൈജ കണ്ടിട്ട് യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിന്നെയൊക്കെ പ്രസവിച്ചത് ഞാൻ തന്നെയല്ലേ? എന്നിട്ട് ആർക്കെങ്കിലും ഒരു മൈൻഡെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. എന്താടാ, നിൻ്റെയൊക്കെ ആരെങ്കിലും ചത്തോ എന്നൊക്കെ ദേഷ്യത്തിൽ വൈജ ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആഹാ, അമ്മ വന്ന് കയറുന്നതിന് മുമ്പ് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയോ? ഞങ്ങളുടെ കാര്യം നോക്കി ഇവിടെ ഇരിക്കല്ലേ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അമ്മയെന്നും വിളിച്ച് 3 പേരൂടെ ഓടി വരുമെന്ന് വിചാരിച്ചപ്പോൾ 3 ഇരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ലഗേജും ഒക്കെ ആയിട്ട് അകത്തെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകും തോറും അടിയും വഴക്കും അലമ്പും എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മനു അങ്ങോട്ടേക്ക് വരികയാണ്. മനു വന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എങ്ങനെ പോകുന്നു? ഒരു രക്ഷയില്ല മനുവേട്ട, എന്നും അടിയും വഴക്കും ഒക്കെ തന്നെ, ഒരു സമാധാനവും ഇല്ല. അലീന ചേച്ചി ഇവിടെ വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. അച്ഛന് ഒരു ദിവസം പോലും ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടോ? പക്ഷേ അന്നൊന്നും അച്ഛനൊന്നും തിരികെ പറയില്ലായിരുന്നു. അമ്മ എന്തു പറഞ്ഞാലും അച്ഛൻ അനുസരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. അമ്മ എന്തേലും പറഞ്ഞാൽ അച്ഛൻ 9 പറയും. അതുകൊണ്ട് തന്നെ എന്നും കലഹം ഒഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം പോലും ഇല്ല. എന്നോടും ബബിതേച്ചിയോടും രോഹിയേട്ടനോടും എല്ലാവരോടും തന്നെ അമ്മ ഭയങ്കര ബഹളമാണ്. എന്തിന്, ഇവിടെ ഒരു പുതിയ സെർവൻറ്റ് വന്നില്ലേ, അവരോട് പോലും വെറുതെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെയാ. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ കൃഷ്ണമോള് മനുവേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയേ? ഞങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി അമ്മയായിട്ട് അടുക്കാനായിട്ട്, എന്നാൽ ഒട്ടും അമ്മ അടുത്ത് വരുന്നില്ല. അലീന ചേച്ചി പഠിപ്പിച്ച പാഠമാണെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടിപ്പോൾ ജോലി പോലും ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ പഠിക്കാനൊന്നും ഇല്ലെന്ന് ചോദിച്ച് ഞങ്ങളെ 3 പേരെ ഓടിച്ചു വിടും. എന്തിന്, ബബിതയും ഞാനും കൂടെ ഒരു റൂമിലിരുന്ന് സംസാരിച്ചെന്നും പറഞ്ഞ് അതിന് പോലും അമ്മ അനാവശ്യം പറഞ്ഞു. അതിൻ്റെ പേരിൽ അമ്മയും ഞാനും ബബിതയും കൂടെ ഉടക്ക് വരെ ഉണ്ടായി. ഓരോ ദിവസം ഓരോ കാരണങ്ങളും പ്രശ്നങ്ങളും അമ്മ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയും തോറും അമ്മ ഇങ്ങനെ മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എന്തായാലും അലീനെ കൊണ്ട് അമ്മയൊന്ന് വിളിപ്പിക്കാം. അലീന ചേച്ചിയെ കൊണ്ടോ അമ്മയെ വിളിപ്പിക്കാമെന്നോ? എൻ്റെ പൊന്നു മനുവേട്ട, ചേച്ചി എങ്ങാനും അമ്മയെ വിളിച്ചാൽ ഒന്നുകൂടെ പ്രഷർ കൂടത്തേ ഉള്ളൂ അമ്മയ്ക്ക്. പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത വഴക്കും ബഹളവും ഒക്കെ. പാവം അലീന ചേച്ചി, അതവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എന്തിനാ മനുവേട്ട ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഉള്ള സമാധാനം കൊണ്ട് കളയുന്നത്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി വന്ന് ഇത്രയും നാളുകൊണ്ട് എല്ലാം ഒന്ന് നേരെയാക്കി എടുത്തതാ. എൻ്റെ സ്വഭാവം രോഹിയേട്ടൻ്റെ സ്വഭാവമൊക്കെ മോശമായിരുന്നു എന്നുള്ളത് മനുവേട്ടന് നന്നായിട്ട് അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തന്നെ ചേച്ചിയാണ് മുന്നിൽ നിന്ന് നടത്തിയിരുന്നത്. പാഴായി പോകാൻ പോയ ഞങ്ങളുടെ ജീവിതമെല്ലാം പിടിച്ച് കരകയറ്റിയത് ചേച്ചി തന്നെയാണ്. ഞങ്ങളെല്ലാം ഒരു കരക്കടുപ്പിച്ച ശേഷം സമാധാനത്തോടു കൂടിയാണ് ആ പാവ ഇവിടുന്ന് പോയത്. അത് പോയതിനു ശേഷം അമ്മ വന്നതോടുകൂടി എല്ലാം വീണ്ടും തകിടം മറിഞ്ഞു. അമ്മ വന്നതോടുകൂടി ഞങ്ങളുടെ ടൈം ടേബിൾ എല്ലാം അമ്മ നശിപ്പിച്ചു. ഞങ്ങൾ ഒന്ന് ചിരിക്കാൻ പോലും അമ്മ സമ്മതിക്കാതായി. അച്ഛനെയും കൂട്ടി എല്ലാ ദിവസവും വൈകിട്ട് സംസാരിക്കണമെന്ന് ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. അതനുസരിച്ച് എല്ലാ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നാൽ അമ്മ അതിനു പോലും ഇപ്പം സമ്മതിക്കാതായി. പക്ഷേ അച്ഛൻ എന്തുകൊണ്ട് എങ്ങനെ മൗനം പാലിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടാത്തത്. അത് വേറൊന്നും കൊണ്ടല്ല രോഹി, അലീന പോയപ്പോൾ അച്ഛനിൽ നിന്ന് വാക്ക് വാങ്ങിയിട്ടാണ് വിട്ടത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഒച്ചയിടുവോ ബഹളം വെക്കുകയോ ഒന്നും തിരിച്ചു പറയുകയോ ചെയ്യില്ല എന്ന് അങ്ങനെ സത്യം വാങ്ങിയിട്ടാണ് പോയത്. അതുകൊണ്ടാണ്. ഈ സമയം വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മൗനുവിനെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ആഹാ മനുവോ, നീ എപ്പോൾ വന്നു? ഇതേ കുറച്ചു നേരമായി ആൻറ്റി. അങ്ങനെ വൈജ അവിടെ നിന്നുകൊണ്ട് കിച്ചണിലേക്ക് നോക്കിയിട്ട് അത്താഴം റെഡിയായില്ലേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അത്താഴം റെഡിയായി ആൻറ്റി എന്ന് കിച്ചണിൽ നിന്ന് മറുപടി വരുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ ഫുഡൊക്കെ കൊണ്ടുവന്ന് ആ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം നിരത്തി വെക്കുകയാണ്. അങ്ങനെ വൈജയുടെ നിർദ്ദേശപ്രകാരം ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. ആ കൂട്ടത്തിൽ ദോശയും അവരുണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വൈജ ചോദിക്കുന്ന കേട്ടു, ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ ആർക്കാ ദോശ?
അത് പിന്നെ മേഡം സാറ് പറഞ്ഞായിരുന്നു ദോശ വേണമെന്ന്, അതുകൊണ്ടാ. ഓഹോ, ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഉണ്ടാക്കാൻ ഇതെന്താ ഹോട്ടലോ എന്നൊക്കെ പറഞ്ഞ് വൈജ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഇത് എൻ്റെ വീടാണ്, ഞാൻ നിർമ്മിച്ച വീട്. അതുപോലെ ഇവളെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വേണം അവൾ ഉണ്ടാക്കിത്തരാൻ. അല്ലാതെ നീ പറയുന്നത് പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുവിനോടും ചോദിക്കുന്നുണ്ട്, അല്ല മനു, നീ ഇതെപ്പോൾ വന്നു? അത് പിന്നെ ഞങ്ങളെ കുറച്ച് നേരമായി ഞാൻ വന്നിട്ട്. എന്നാൽ വാ, നീയും കൂടി ഇരിക്കുക, കഴിച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് അത്താഴത്തിന് വേണ്ടി മനുവിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ടങ്ങളെ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം, നീ ഇരുന്ന് കഴിക്കടാ, കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് രണ്ടുപേരെ നിർബന്ധിച്ച് ബാലേന്ദ്രൻ കഴിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി ഒന്നും മിണ്ടാതെ തന്നെ കുറച്ച് ചപ്പാത്തി എടുത്ത് മാറിയിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ തന്നെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും എല്ലാവരും കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓർക്കാപ്പുറത്ത് ബബിത അലീന ചേച്ചി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അലീന ചേച്ചി ഇച്ചിരി കറിയും എടുത്തേ എന്നിങ്ങനെ പറയുകയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഓർമ്മയ്ക്ക് അറിയാതെ ബബിതയുടെ വായിൽ നിന്ന് വീണുപോയതാണ്. ഇത് കേട്ടതും വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് തൊടുത്ത് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ സോറി, ഞാൻ ഓർക്കാതെ വിളിച്ചതാ എന്നും പറഞ്ഞ് ബബിത പെട്ടെന്ന് തിരുത്തി, ചേച്ചി ഇച്ചിരി കറിയും എടുത്ത് എന്ന് പറയും. അങ്ങനെ ആ സെർവൻ്റ് ആ കറിയെല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം അവർ കിച്ചണിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കിനും കൃഷ്ണമോൾ പറയും, ഇടയ്ക്കിടയ്ക്ക് എനിക്കിപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ചേച്ചി. ഓർക്കാപ്പുറത്ത് ഞാനും അലീന ചേച്ചിന്ന് വിളിക്കും, അതും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് കൂടുതലും. അലീന ചേച്ചി ചായ എന്നും പറഞ്ഞുകൊണ്ടല്ലേ വിളിച്ചുകൊണ്ട് കയറി വന്നുകൊണ്ടിരുന്നേ, അതില്ലാതായപ്പം ചെറിയൊരു വിഷമം. കേട്ടതും വൈജയന്തി ദേഷ്യത്തോടെ എഴുന്നേറ്റ് ആ പ്ലേറ്റ് ആ മേശപ്പുറത്ത് ശക്തിയിൽ ഇങ്ങനെ വെച്ചിട്ട്, എങ്കിൽ പിന്നെ എഴുന്നേറ്റ് പോടി, അവളുടെ അടുത്തേക്ക് പോ, അവളുടെ കൂടെ പോയി താമസിക്കുക, അതല്ലേ വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേനും കൃഷ്ണമോള് പറയും, എൻ്റെ പൊന്നമ്മേ, അറിയാതെ പറഞ്ഞു പോയതാ, ഇനി അമ്മ അതേ പിടിച്ച് കയറണ്ട. അങ്ങനെ വൈജയന്തി അവിടുന്ന് ദേഷ്യപ്പെട്ട് കൈ കഴുകാനായിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് പറയുവാണ്, എൻ്റെ മനു, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്ന്. അലീന പറഞ്ഞതിന് അലീനയ്ക്ക് കൊടുത്ത വാക്കിൻ പുറത്തുമേൽ മാത്രമാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ അക്കാര്യം മറന്നു പോയാൽ അന്ന് വൈജയന്തിക്ക് സുഖമായിരിക്കും. അപ്പോൾ മനു പറയും, ഇല്ലെങ്കിലേ വേണ്ട, ആൻറ്റി എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, ആൻറ്റിയുടെ വിവരം അത്രേ ഉള്ളൂ. അത് കണ്ട് അങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അലീനയ്ക്ക് അത് ഒരുപാട് വിഷമാവും. അലീന വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത്, ഒരു പ്രശ്നവും വഴക്കമൊന്നും ഉണ്ടാക്കരുതെന്ന്. ആ വാക്ക് നമ്മൾ പാലിക്കണ്ടേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. എന്നാൽ അതവൾക്കൊരു ലാക്കായി. ഞാനൊന്നും മിണ്ടുന്നില്ലാതെ കണ്ടപ്പോൾ അവൾക്ക് എന്ത് തോന്നിവാസം കാണിക്കാം എന്നുള്ളൊരു രീതിയായി. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അങ്ങളെ, അത് ഞാൻ പരിഹരിച്ചോളാം, അങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അങ്ങനെ മനു യാത്രയൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോവാണ്. ബാലേന്ദ്രൻ്റെ ആകെ സമാധാനം മുഴുവൻ പോയി. അലീന ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം തന്നെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഇതൊക്കെ ഓർത്ത് അലീന പോയതിൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം കൃഷ്ണമോള് ടാബ്ലറ്റൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? വയ്യ അച്ഛന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല മോളെ, ചെറിയൊരു തളർച്ച പോലെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കുഴഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് ബാലേന്ദ്രൻ. ഇത് കണ്ട് കൃഷ്ണമോള് അവിടെ കിടന്ന് കാറിക്കൂറി ബഹളം വെക്കുകയാണ്. രോഹിയേട്ട ഒന്ന് പെട്ടെന്ന് ഓടി വാ, അച്ഛൻ്റെ വീണു എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ കാർച്ച കേട്ട് ബബിതയും അക്കൂട്ടത്തിൽ ഓടി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജയന്തിയും ചെല്ലുന്നുണ്ട്. അവർ പെട്ടെന്ന് അച്ഛൻ്റെ വീണ് കിടക്കുന്നത് കണ്ട് 3 പേരും മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബാലേന്ദ്രൻ ഉണർന്നെങ്കിലും തലയൊന്നും നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രനാണ് കുഴഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ബബിത പറയുന്നുണ്ട്, രോഹിയേട്ട വണ്ടി എടുക്ക്, എന്തായാലും നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ബബിതയും കൃഷ്ണയും രോഹിണിയുടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈജ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. വൈജയ്ക്ക് ഒരു തരം വാശിയായിരുന്നു. ആ റൂമിലേക്ക് കയറരുതെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അകത്തോട്ട് കയറാതെ നോക്കി നിൽക്കുകയാണ്. അന്ന് ഇതേപോലെ വഴക്കുണ്ടായപ്പോൾ ഇനി എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വൈജ ബാലേന്ദ്രനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂടെ പോയതുമില്ല. എന്തൊരു മനസ്സല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ബാലേന്ദ്രനെ പെട്ടെന്ന് തന്നെ ഐസിലേക്ക് കയറ്റുന്നുണ്ട്.
3 കുട്ടികളും വിഷമിച്ച് ഐസുവിൻ്റെ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കൃഷ്ണമോളപ്പോൾ പറയുന്നുണ്ട്, എന്നാലും ഈ അമ്മ എന്തൊരു സാധനമാണ്. അച്ഛന് ഇത്രയും വയ്യാഞ്ഞിട്ട് പോലും അമ്മ കൂടിയൊന്നും വരിക പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ഭവിത പറയുന്നുണ്ട്, വന്ന് വഴക്കുണ്ടായപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരരുത്, ആ റൂമിലേക്ക് കയറരുതെന്നൊക്കെ. അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും അമ്മ വാശിയോടെ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നത്. എങ്കിലും വല്ലാത്ത കഷ്ടം തന്നെ. സ്വന്തം ഭർത്താവല്ലേ, ഭർത്താവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഏതെങ്കിലും ഭാര്യമാർ ഇങ്ങനെ ഇരിക്കുമോ? നമ്മുടെ അമ്മ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നിങ്ങനെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വരുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, ഇപ്പം തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ല, BP കൂടിയതാണ്. എന്നാൽ അച്ഛന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി സംസാരിക്കാൻ പാടില്ല. വെറുതെ ഓരോ പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടിരിക്കും. ഒന്നുമല്ല 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. നിങ്ങളുടെ അമ്മയോടും പ്രത്യേകം പറയണം എന്നൊക്കെ ആ ഡോക്ടർ പറയുകയാണ് കുഞ്ഞുങ്ങളോട്. എന്തായാലും ഇന്നിപ്പോൾ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾ കയറി കണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം ബാലേന്ദ്രനെ ഒബ്സർവേഷനിലാണ് വെച്ചിരുന്നത്. ഇതൊന്നും അറിയാതെ പിറ്റേന്ന് രാവിലെ അലീന കൃഷ്ണമോളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മോളെ എവിടെയാ? അതുതന്നെ ചേച്ചി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഹോസ്പിറ്റലിലോ? എന്ത് പറ്റി? ആർക്കാ? അങ്ങനെ കൃഷ്ണമോള് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അലീനയോട് പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഒരു അറ്റാക്ക് ആകാനുള്ള കപ്പാസിറ്റി അച്ഛൻ്റെ ഹൃദയത്തിനില്ല എന്ന് പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പോൾ അമ്മ പൊടിക്ക് പോലും ഒന്ന് അടങ്ങി നിൽക്കാനുള്ള തീരുമാനത്തിലല്ലേ? എത്ര പറഞ്ഞാലും മേഡത്തിനൊന്നും മനസ്സിലാവത്തില്ലല്ലേ? വേണ്ട, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ലീന ചേച്ചി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കൂടുതലായിട്ട് പോലും മേഡം ഒന്ന് കൂടെ പോലും വന്നില്ലല്ലേ? എന്തായതാണെന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല അല്ലേ? ഇല്ല അലീന ചേച്ചി, അമ്മ അങ്ങനൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരി, അച്ഛനെ ഡിസ്ചാർജ് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ. അമ്മയോട് എന്തിനാ വരാത്തതെന്നോ ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കേ വേണ്ട. അച്ഛന് പരമാവധി റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ അലീന വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അലീനയുടെ നമ്പറാണ് വൈജയന്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതാരാണ് എന്നുള്ളൊരു രീതിക്കാണ് വൈജയന്തി ഫോൺ എടുക്കുന്നത്. ഫോണെടുത്ത് വൈജയന്തി ഹലോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന, ഇത് ഞാനാണ് അലീന എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ വൈജയന്തി ചോദിക്കും, നീ എന്തിനാടി എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? ഞാൻ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളോട് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ലല്ലേ? പെട്ടെന്ന് വൈജയന്തി ചോദിക്കുന്നു, എന്താടി നീ പറഞ്ഞത്? എന്താ സംഭവിച്ചതെന്ന് ഞാൻ എടുത്ത് പറയണമായിരിക്കും അല്ലേ? ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അത് കാരണം കൊണ്ടല്ലേ അച്ഛന് പെട്ടെന്ന് BP കൂടിയത്. ഇനി ഒരു അറ്റാക്ക് കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ ഹൃദയത്തിനില്ലെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോയോ? അദ്ദേഹത്തെ കൊണ്ട് ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന കണ്ടിട്ട് നിങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ അനങ്ങാതെ നിന്ന് കളഞ്ഞല്ലോ. എന്തൊരു സ്ത്രീയാ നിങ്ങൾ? അതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാടി? എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നീയല്ല. അതെൻ്റെ സ്വന്തം അച്ഛനാ. എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ എന്ത് ചെയ്യുവടി? അയാൾ നിൻ്റെ സ്വന്തം തന്തയൊന്നും അല്ലല്ലോ. ഈ വീട്ടിലെ വലിഞ്ഞു കയറി വന്നൊരു വേലക്കാരിയല്ലേ നീ? തന്തേ മോളുവാന്നും പറഞ്ഞ് എല്ലാവരും പറ്റിക്കുമല്ലായിരുന്നോ? ഇനി അങ്ങനൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാമെന്ന് നീ ഒന്നും നോക്കണ്ടടി. എന്നാലും നിങ്ങളുടെ അപാര മനസ്സാ. 2 അറ്റാക്ക് ഉണ്ടായ ആ പാവം മനുഷ്യനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരം നോക്കി നിന്നില്ലേ നിങ്ങൾ? ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ ദേഷ്യ ശൗര്യമൊക്കെ ഒന്ന് അടക്കി വെച്ച് അദ്ദേഹത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്കൊരു ശകലം പോലും തോന്നുന്നില്ലല്ലോ. നിങ്ങളുടെ വാശി വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുവേടി? എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. എന്തായാലും ബാലേന്ദ്രന് എന്നെക്കാളും കാര്യമൊക്കെ നിന്നോടായിരുന്നല്ലോ. അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അതുകൊണ്ട് തന്നെയാടി ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നിന്നെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനിയും നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആഗ്രയിലെ കഥകളൊക്കെ ഞാനങ്ങ് പാട്ടാക്കും എന്നിങ്ങനെ പറയുമ്പോൾ വൈജു ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഒരു നിമിഷം അവരൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ ഒന്നും മിണ്ടാനില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ നാക്കെന്താ ഇറങ്ങിപ്പോയോ? 23 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻലി ജോസഫ് എന്ന ഒരാളുടെ കൂടെ നിങ്ങൾ അവിടെ കുറെ കാലം ജീവിച്ചായിരുന്നല്ലോ. ആ കഥയൊക്കെ നിങ്ങൾ മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചായിരുന്നു. അതൊക്കെ നിങ്ങൾ മറന്നുപോയോ? മറന്നുപോയെങ്കിലേ ആ നിങ്ങളുടെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ പറഞ്ഞ് ഞാൻ ഒന്നുകൂടൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. എന്നാലേ നിങ്ങളുടെ ശൗര്യമൊക്കെ ഒന്ന് അടങ്ങുള്ളൂ. നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളുടെ മക്കൾ തന്നെ കാർക്കിച്ച് തുപ്പും.
നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിച്ച് പുറത്താക്കും. ഈ നാട്ടുകാരും സമൂഹവും മൊത്തം അറിയും നിങ്ങൾ പിഴച്ചു പറ്റതാണെന്ന്. അത് വേണോ എന്നിങ്ങനെ അലീന ചോദിക്കുകയാണ്. മിണ്ടാട്ടം മുട്ടിപ്പോയ അവസ്ഥയിൽ വൈജയന്തി അവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്കിപ്പം ഒന്നും മിണ്ടാനില്ലേ? അലീന നല്ല കലിപ്പിലായിരുന്നു. ബാലേന്ദ്രന് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ അലീനയുടെ സകല കൺട്രോളും പോയിരുന്നു. ഒന്നും വേണ്ട, ഒന്നും പറയണ്ടെന്ന് ഓർത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയെല്ലാം ഉപദ്രവിച്ചിട്ടും നിങ്ങളോട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവിതം നശിച്ചു പോകണ്ടെന്ന് കരുതിയ ഇത്രയും നാളും ഒന്നും പറയാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇക്കാര്യമൊക്കെ അച്ഛനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറഞ്ഞേനെ. ഇനിയും നിങ്ങൾ ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാനും ഒച്ചയുണ്ടാക്കാനും അച്ഛനെയും മക്കളെയും ഭരിക്കാനൊക്കെ ചെന്നാലുണ്ടല്ലോ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടും മക്കളോടും തുറന്നു പറയും. അതിനൊന്നും വൈജയന്തി ഒരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഹലോ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ദേഷ്യത്തെ ചോദിക്കുമ്പോൾ തന്നെ മറുപടി മൂളുന്നുണ്ട് വൈജയന്തി. എന്നെക്കൊണ്ട് വീണ്ടും ഇനി അങ്ങോട്ട് വിളിപ്പിക്കാൻ ഇടവരുത്തരുത്. ഞാൻ ഇവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ അറിഞ്ഞു. ഇനി എൻ്റെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ അലീന പറഞ്ഞു. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അലീന സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ വൈജയന്തി തെല്ലൊന്ന് അടങ്ങുന്നുമുണ്ട്. അങ്ങനെ പിറ്റേന്ന് തന്നെ മക്കളെ 3 പേരും കൂടെ കൂട്ടി ബാലേന്ദ്രനെ ഡിസ്ചാർജ് ആക്കി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈജയന്തി ചായം കുടിച്ച് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കയറി വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വൈജയന്തി പത്രമൊക്കെ താഴെ വെച്ച് നിൽക്കുന്നുണ്ട്. മക്കൾ 3 പേരും കൂടി ബാലേന്ദ്രനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മക്കളെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ തനിയെ നടന്നോളാം. പെട്ടെന്ന് വൈജ ഉടന്നുകൊണ്ട് പറയുന്നുണ്ട്, വാ ബാലേന്ദ്ര, ഞാൻ പിടിച്ചുകൊണ്ട് പോകാം. വേണ്ട എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ തന്നെ പതിയെ നടന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എന്നാലും അമ്മയുടെ ഇത് വല്ലാത്തൊരു മനസ്സാ. ഒന്നുമല്ലെങ്കിൽ 10-22 വർഷം ഈ അച്ഛൻ്റെ ഭാര്യയായിട്ടിരുന്നവളല്ലേ ഈ അമ്മ. എന്നിട്ടും ഈ ഒരവസ്ഥയിൽ അച്ഛനും കൊണ്ട് പോകുന്നത് കണ്ടിട്ട് പോലും അമ്മ ഒന്ന് ഏതാന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ലല്ലോ. വല്ലാത്തൊരു മനസ്സ് തന്നെ. പുറകിലിരുന്നുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടെ കട്ടിലെ റൂമിൽ കൊണ്ടുപോയി ബാലേന്ദ്രനെ കിടത്തിയതിന് ശേഷം അച്ഛനെ കുടിക്കാൻ ഞങ്ങൾ കഞ്ഞി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് 2 പേരും താഴേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരാനായിട്ട് റൂമിലേക്ക് കയറാൻ പോവുകയാണ്. വേണ്ട, അവിടെ നിന്നാൽ മതി. വേണ്ട, അകത്തേക്ക് കയറരുത്. നിന്നെപ്പോലെയുള്ള നശിച്ചവളൊക്കെ ഇതിനകത്തേക്ക് കയറിയാൽ ഈ റൂമിൽ ഇരുന്ന് തന്നെ ഞാൻ സമാധിയായി പോവും. ബാലേന്ദ്ര, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ റൂമിലേക്ക് കയറ്റില്ല, എന്നെ കൂടെ കൊണ്ടുപോവില്ല, എന്നോട് സംസാരിക്കില്ല. പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ബാലേന്ദ്രൻ പെട്ടെന്ന് പറയുന്നുണ്ട്, നീ ചെയ്ത് തെറ്റെന്താണെന്നൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇത് കേട്ടതും വൈജയന്തി പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് ബബിതയും കൃഷ്ണമോളൂടെ അച്ഛന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന വിളിച്ചായിരുന്നോ? അപ്പോൾ ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലായ കാര്യം എല്ലാം തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു. അതൊക്കെ അവൾ അറിഞ്ഞാൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവളെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും. അത് പറയണ്ടേ അച്ഛാ? പറയാതിരുന്നാൽ അത് ശരിയാവില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് അച്ഛാ പറഞ്ഞത്. അങ്ങനെ ബാലേന്ദ്രൻ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഗോവർദ്ധൻ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് കയറി ചെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അച്ഛന് വയ്യാതായപ്പോഴേ നിങ്ങൾ എന്നെ വിളിക്കണ്ടായിരുന്നോ മക്കളെ? എന്താ എന്നെ വിളിക്കാതിരുന്നത്? സാരമില്ല അങ്ങളെ, ഞങ്ങൾ 3 പേരും ഇല്ലായിരുന്നോ? പിന്നെ ഡോക്ടറുകളും ഉണ്ടായിരുന്നു. BP ഒന്ന് കൂടിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛന്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്കിളിനെ വിളിക്കാതിരുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്കിളിനെ വിളിച്ചേനെ. അങ്ങനെ ഗോവർദ്ധൻ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി ബാലേട്ടാ? എന്തെങ്കിലും ഉണ്ടേ എന്നെ ഒന്നും വിളിക്കത്തില്ലായിരുന്നോ? എനിക്കൊന്നും പറ്റിയില്ലടോ, ചെറുതായിട്ട് BP ഒന്ന് കൂടിയതാ. മക്കളെ ശരിക്കും പേടിച്ചുപോയി, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ 3 മക്കളുണ്ടായിരുന്നടാ എന്നെ നോക്കാൻ. എനിക്ക് ഒരു കുഴപ്പവുമില്ല. പണ്ട് ഇവർ ഇങ്ങനൊന്നും അല്ലായിരുന്നോ? അലീന എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഏൽപ്പിച്ചിട്ടാണ് പോയത്. എൻ്റെ ബബിത മോള് ഇതിനു മുമ്പ് എനിക്ക് അറ്റാക്ക് ഉണ്ടായപ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് ഇപ്പോൾ എന്നെ കൊണ്ട് ആശുപത്രി പോകാനായിട്ട് എൻ്റെ 3 മക്കളും ഒപ്പത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താടാ വേണ്ടത്? എങ്കിലും ബാലേട്ടനെ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്നാ ഇനിയിപ്പോൾ ഞാൻ പോയി കടയൊക്കെ തുറക്കാമല്ലേ? ശരി, നീ പൊക്കോ, എല്ലാ കാര്യങ്ങളും നോക്കണം.
എന്തായാലും 2 ദിവസത്തേക്കിന് എന്നോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് മയങ്ങണം. ശരി ബാലേട്ടാ, ഞാനെന്നാൽ പോയിട്ട് വരാം. അങ്ങനെ ഗോവർദ്ധൻ തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് വൈജ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ വൈദ്യയും രോഹിത്തിനെയൊക്കെ വിളിച്ചിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, അച്ഛനെ നല്ലപോലെ നോക്കണം. അറിയാലോ, അച്ഛനൊരു 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. മനസ്സിന് വിഷമം തട്ടുന്ന ഒന്നും തന്നെ അച്ഛനോട് പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. എന്തായാലും അദ്ദേഹത്തിനെ നല്ലപോലെ നോക്കണം, ഒരു കുറവും വരുത്തല്ലേ. ഓടി ഓടി ആ പാവം മടുത്തു. എന്നിട്ടും ഇവിടെ ആർക്കും ഒരു വിലയോ മര്യാദയോ ഇല്ല അദ്ദേഹത്തോട്.